ഹലോ നമസ്കാരം. വീണ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ വന്ന് ആലപ്പുഴ കാണാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ? അപ്പോൾ ഈ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ മെയിനായിട്ടും നമുക്ക് വരുന്നത് ഹൗസ് ബോട്ട് യാത്രയും കായൽപ്പരപ്പും കരിമീൻ പൊള്ളിച്ചതും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുമുണ്ട്. പക്ഷേ കായലിൻ്റെ നടുവിലൊരു നിഗൂഢമായ തുരുത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? രാത്രിയുടെ മണലാരണ്യം എന്നർത്ഥം വരുന്ന കേരളത്തിൻ്റെ സ്വന്തം ആമസോൺ എന്നൊക്കെ പറയാവുന്ന ഒരു കൊച്ചു സ്വപ്നഭൂമി പാതിരാമണൽ. അതെ, നമ്മുടെ ഇന്നത്തെ ഈ യാത്ര പാതിരാമണൽ ഐലൻഡിലേക്കാണ്. വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. പാതിരാമണലിലേക്ക് നേരിട്ട് റോഡ് മാർഗം എത്തിച്ചേരാൻ പറ്റില്ല. വേമ്പനാട്ട് കായലിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മുഹമ്മദ് ജെട്ടിയിൽ നിന്നോ നമുക്ക് സ്പീഡ് ബോട്ടിലോ ഷിക്കാര ബോട്ടിലോ ഒക്കെ പാതിരാമണൽ ഐലൻഡിലോട്ട് വരാം. മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് വെറും 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇവിടേക്കുള്ള യാത്രാ ദൂരം. കായലിലെ തണുത്ത കാറ്റും കൊണ്ടുള്ള യാത്ര തന്നെ വേറെ ലെവലാണ്. കായലിന് നടുവിലൂടെയുള്ള ഈ ബോട്ട് യാത്രികരുടെ മനം മയക്കുന്ന ഒന്നാണ്. ഇതാ നമ്മൾ പാതിരാമണൽ ഐലൻഡിലെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. ബോട്ട് ചെട്ടിൽ നിന്ന് കാല് കുത്തുമ്പോൾ തന്നെ ചുറ്റും പച്ചപ്പും അപൂർവമായ മരങ്ങളും നമ്മളെ സ്വീകരിക്കുന്നു. എന്താണ് ഈ പാതിരാമണൽ എന്ന പേരിന് പിന്നിലെ രഹസ്യമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പാതിരാമണൽ എന്നറിയപ്പെടുന്നത്? ഐതിഹ്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. പണ്ട് വില്ലുമംഗല സ്വാമിയാർ കായലിലൂടെ യാത്ര ചെയ്യവേ സന്ധ്യാവന്ദനം നടത്താൻ വേണ്ടി കായലിൽ നിന്ന് മാന്ത്രികമായി പൊങ്ങി വന്ന മണ്ണാണ് ഇതത്രേ. രാത്രിയുടെ മണൽ അഥവാ പാതിരാമണൽ, അങ്ങനെയാണ് ഈ പേര് വന്നത്. മനുഷ്യവാസമില്ലാത്ത പ്രകൃതി അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ നിൽക്കുന്ന അപൂർവമായ ഒരു സ്ഥലം. ഇവിടെ എത്തിയ വലിയൊരു പ്രത്യേകതയുണ്ട്. നഗരങ്ങളുടെ ബഹളമോ വാഹനങ്ങളുടെ ശബ്ദങ്ങളോ ഇവിടെ കേൾക്കില്ല. പകരം പക്ഷികളുടെ മനോഹരമായ കിളിനാദവും കിളിക്കൊഞ്ചലുകളും പക്ഷികളുടെ കളികളും കാറ്റിൻ്റെ മൂളക്കവും മാത്രം. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാരുടെയും പക്ഷി നിരീക്ഷകരുടെയൊക്കെ ഒരിഷ്ട കേന്ദ്രമാണ് നമ്മുടെ ഈ പാതിരാമണൽ ഐലൻഡ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ദേശാടന പക്ഷികളും 100-ലധികം തദ്ദേശീയ പക്ഷികളും ഇവിടെ അഭയം തേടുന്നുണ്ട്. വൻമരങ്ങളും ഇടതൂർന്ന കാടുകളും നിറഞ്ഞ ഈ ഭൂമി ഒരു ചെറിയ ആവാസ വ്യവസ്ഥ തന്നെയാണ്. ഈ മനോഹരമായ സ്ഥലത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ എത്താം, പ്രധാനമായിട്ടും നമുക്ക് അവിടെ എങ്ങനെ എത്താമെന്നാണ്. ആലപ്പുഴ അല്ലെങ്കിൽ മുഹമ്മദ് ജെട്ടിൽ നിന്ന് ബോട്ട് സർവീസുകൾ ലഭ്യമാണ്. ഷെയറിംഗ് ബോട്ടുകളും പ്രൈവറ്റ് ശിക്കാര ബോട്ടുകളും കിട്ടും. സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഇരുട്ട് കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, ഈ ദ്വീപിൽ കടകളോ ഹോട്ടലുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുടിവെള്ളവും മറ്റ് ലഘുഭക്ഷണങ്ങളൊക്കെ കയ്യിൽ കരുതുക. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കുക. ഇതൊരു പ്രകൃതി സംരക്ഷണ മേഖലയാണ്. അതുകൊണ്ട് ഈ പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. അപ്പോൾ ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും വല്ലാത്തൊരു ശാന്തതയാണ്. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെ ഒരു പർദീസയാണ് പാതിരാമണൽ ഐലൻഡ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ദേശാടന പക്ഷികൾ 100-ലധികം പക്ഷികളൊക്കെ ഇവിടെ എത്തുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്കതിവിടെ കാണാൻ സാധിക്കും. ഈ ഒരുപാട് വൻമരങ്ങളും ചെറിയ കാടുകളൊക്കെ ചേർന്ന് നമുക്ക് വല്ലാത്തൊരു മനസ്സിന് സന്തോഷവും കുളിർമയും തരുന്നൊരു ദ്വീപാണ് നമ്മുടെ ഈ പാതിരാമണൽ ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കുഞ്ഞു കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഒട്ടും ബോറടിക്കില്ല. കാരണം അവിടെ പ്ലേ ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് കാണാൻ സാധിക്കും. അവർക്ക് വേണ്ടി നല്ലൊരു പാർക്ക് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അവിടെ സമാധാനത്തോടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇനി ആലപ്പുഴ എന്ന് കേട്ടാൽ നമ്മുടെ ആലപ്പുഴയിൽ ട്രിപ്പിന് വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഹൗസ് ബോട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴ ബീച്ചും കരിമീൻ പൊള്ളിച്ചതൊക്കെയൊന്നും അല്ലാതെ ആരും വരാത്ത അല്ലെങ്കിൽ സാധാരണ കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്പോട്ടാണ് ഈ പാതിരാമണൽ ഐലൻഡ്. അപ്പോൾ നിങ്ങൾ ഇനിയും വരുമ്പം ഇനി ആലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ പാതിരാമണൽ ഐലൻഡും കൂടി നിങ്ങളുടെ ലിസ്റ്റിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.